ലോക ചരിത്രത്തിലെ ആദ്യത്തെ വീഞ്ഞും വീഴ്ചയും. ഇതിന്റെ പിന്നിൽ അധികമാർക്കും അറിയാത്ത ഒരു വലിയ രഹസ്യമുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കേട്ടു നോക്കൂ. മനുഷ്യരാശിയുടെ വിധി തന്നെ മാറ്റിയെഴുതിയ ആ വലിയ അമളി എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ ആദ്യമായി വീഞ്ഞു നിർമ്മിച്ചത് ആരാണെന്നറിയോ? വേറെ ആരുമല്ല, നമ്മുടെ സാക്ഷാൽ നോഹ. മഹാപ്രളയത്തിന് ശേഷം ഭൂമിയിൽ പുതിയൊരു ജീവിതം തുടങ്ങിയ മനുഷ്യന് പറ്റിയ ഫസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു അത്. പുള്ളി ഒരു മുന്തിരിത്തോട്ടം അങ്ങോട്ട് സെറ്റാക്കി. വിളവെടുപ്പ് ജോറായപ്പോൾ അതൊന്ന് വൈനാക്കി മാറ്റി. പക്ഷേ അവിടെയാണ് പണി പാളിയത്. അതങ്ങ് കഴിച്ചതും ആ മഹാപുരുഷന്റെ കൺട്രോൾ അങ്ങോട്ട് പോയി. ബോധം മറഞ്ഞ നോഹ സ്വന്തം കൂടാരത്തിൽ നഗ്നനായിട്ട് വീണുപോയി. വിവേകമുള്ള മനുഷ്യനെ വിഡ്ഢിയാക്കാൻ ആ ഒരു മത്തു പിടിച്ച അവസ്ഥയ്ക്ക് സെക്കൻഡുകൾ മതിയെന്ന് അന്നേ തെളിഞ്ഞതാ. ഇവിടെ ആ വീഴ്ചയും നഗ്നതയുമാണ് വലിയൊരു വിപത്തായി മാറിയത്. സ്വന്തം നഗ്നത വെളിപ്പെട്ടത് ഒരു പാപമായപ്പോൾ അത് കണ്ട് പരിഹസിച്ച മകൻ ഹാമിന്റെ പ്രവൃത്തി അതിലും വലിയ പാപമായി. അതെ, ആ ഒരു വിവേകശൂന്യമായ അവസ്ഥയിൽ തുടങ്ങിയ നഗ്നത നന്ദികേടും കൂടിയായപ്പോൾ അത് ഹാമിന്റെ മകൻ കനാന്റെ മേൽ പതിച്ച ഒരു വലിയ മഹാശാപമായി മാറി. ഒരു പിതാവിന്റെ പിഴവും മകന്റെ നന്ദികേടും കാരണം വരും തലമുറകൾക്ക് പണി കിട്ടിയ ഹിസ്റ്ററി. എന്നാൽ ഷേമും യാഫെത്തും മരണമാസ് മാതൃക കാട്ടി. അവർ വസ്ത്രമെടുത്ത് തോളിലിട്ട് മുഖം തിരിച്ച് പുറകോട്ട് നടന്നു ചെന്ന് ആ നഗ്നത അങ്ങോട്ട് മറച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ രഹസ്യം എന്താണെന്നറിയോ? വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ആ വലിയ താക്കീത് ഇതാണ്. പ്രളയത്തിന് ശേഷം മനുഷ്യനെ വീഴ്ത്തിയത് വിവേകം നഷ്ടപ്പെടുത്തിയ ആ ഒരു ശീലവും അതുണ്ടാക്കിയ നഗ്നതയുമാണ്. പിഴവ് ഒരാളുടേതാകാം, പക്ഷേ ആഘാതം ഒരു തലമുറയുടേതാ. മദ്യം പാമ്പിനെ പോലെ കടിക്കുമെന്നാണ് ബൈബിൾ പച്ചയ്ക്ക് പറയുന്നത്. അതുകൊണ്ട് ദുശീലങ്ങളില്ലാത്ത ലോകത്തിനായി നമുക്ക് കൈകോർക്കാം. വരും തലമുറയെ നമുക്ക് നല്ല വൈബുള്ള ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്താം.